വീണ്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണം. പാരിപ്പള്ളി സ്വദേശിയുടെ സർജറി കഴിഞ്ഞ കാലിൽ പുഴുവരിച്ച നിലയിൽ. പരാതി പറഞ്ഞിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല എന്ന് ബന്ധുക്കൾ പറയുന്നു. 48 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. ഇക്കഴിഞ്ഞ 28-ാം തീയതി രാവിലെയാണ് പാരിപ്പള്ളി സ്വദേശിയായ രാജേന്ദ്ര പ്രസാദിന് ബൈക്ക് അപകടത്തിൽ കാലിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നത്. അതേ തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ശേഷം ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും കാലിലെ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയായിരുന്നു. അന്നേ ദിവസം വൈകുന്നേരം തന്നെ കാലിലെ സർജറി കഴിഞ്ഞ് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് രാജേന്ദ്ര പ്രസാദിനെ മാറ്റി. 2 ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് രാജേന്ദ്ര പ്രസാദിന്റെ അവസ്ഥ ഗുരുതരമാണെന്ന് ബന്ധുക്കളെ ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഈ സംഭവം നടന്ന് 24 മണിക്കൂറിന് ശേഷം രാജേന്ദ്ര പ്രസാദിനെ 20-ാം നമ്പർ വാർഡിലേക്ക് മാറ്റി. വാർഡിലെത്തിച്ച ശേഷമാണ് സർജറി കഴിഞ്ഞ് കമ്പിയിട്ട് കെട്ടിവെച്ച കാലിൽ പുഴുക്കളുടെ സാന്നിധ്യം ബന്ധുക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പതിയെ കാലുയർത്തി നോക്കിയപ്പോൾ മുറിവിൽ നിന്നും പുഴുക്കൾ അടർന്നു വീഴുന്നതായും ബന്ധുക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഡോക്ടറെ ചെന്ന് 2 മണിയോടുകൂടി കണ്ടെങ്കിലും ഡോക്ടർ വന്ന് പരിശോധിക്കാൻ തയ്യാറായില്ല. പിന്നീട് രാത്രി 8 മണിയോടുകൂടി ബന്ധുക്കൾ ബഹളം വെച്ചതിനെ തുടർന്നാണ് ഡോക്ടർ എത്തിയതും പരിശോധിക്കുന്നതും. 1.5 മണിക്കൂർ സമയമെടുത്ത് ഡോക്ടർ മുറിവ് ക്ലീനാക്കി വീണ്ടും കെട്ടിവെച്ചു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരുന്ന രോഗിയുടെ കാലിൽ എങ്ങനെ പുഴുക്കൾ വന്നുവെന്ന ബന്ധുക്കളുടെ ചോദ്യത്തിന് അധികൃതർ നൽകിയ വിചിത്രമായ മറുപടി ഇതാണ്. ICUവിൽ ചികിത്സയിലിരിക്കെ കാലിൽ ഈച്ച വന്നിരുന്നെന്നും അതിട്ട മുട്ടയിൽ നിന്നുമാണ് പുഴുക്കൾ വന്നതെന്നുമായിരുന്നു മറുപടി. ഡ്യൂട്ടിക്ക് ഇരിക്കുന്ന സിസ്റ്ററിന്റെ അടുത്ത് കാര്യം പറഞ്ഞു, അച്ഛൻ്റെ കാലിൽ ഇത് എനിക്ക് പുഴുവിനെ കണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് ഞങ്ങൾ വന്ന് നോക്കാം, ക്ലീൻ ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അച്ഛൻ അവർ നോക്കിയിട്ടില്ല, ആ കെട്ടെന്ന് അഴിക്കുകയോ ഡ്രസ്സ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ അതേ കണക്ക് അവിടെ ഇട്ടേക്കുവാണ്. അച്ഛൻ വേദന കൊണ്ട് പൊളഞ്ഞവിടെ കരഞ്ഞവിടെ നിലം വിളിച്ചവിടെ കിടക്കുവാണ്. എന്നാൽ മാധ്യമങ്ങളിലൂടെ മാത്രമാണ് വാർത്തയറിഞ്ഞതെന്നും രേഖാമൂലം ഒരു പരാതി ലഭിച്ചിട്ടില്ലെന്നുമാണ് ആരോഗ്യമന്ത്രിയുടെ വാദം. സംഭവം അറിഞ്ഞപ്പോൾ തന്നെ വിഷയം അന്വേഷിക്കാൻ ഒരു സംഘത്തെ രൂപീകരിച്ചുവെന്നും 48 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. 48 മണിക്കൂർ എന്ന് പറയുമ്പോൾ നാളെ വൈകിട്ട് 7 മണിക്ക് അകം റിപ്പോർട്ട് തരണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതനുസരിച്ച് നടപടി മറ്റന്നാൾ തന്നെ അതിനെ തുടർന്നുള്ള നടപടി ഉണ്ടാവും. മെഡിക്കൽ കോളേജുകളിലെ ചികിത്സാ പിഴവുകൾ തുടർക്കഥയാകുമ്പോൾ പൊതുസമൂഹത്തിനിടയിൽ ആശങ്ക വർദ്ധിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.